ഇന്ന് നമ്മുടെ 3rd ഡേ ആണ്. ഇപ്പോൾ നമ്മൾ പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് പട്ടായ ബാങ്കോക്കിൻ്റെ ഇടയ്ക്കായിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു ടൈഗർ പാർക്കുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മുടെ സ്പോട്ട് അതാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോകും. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ടൈഗർ ടോപ്പിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ടൈഗർ പാർക്ക്. ഇവിടെ ടൈഗർ മാത്രമല്ല, ക്രൊക്കഡൈലുണ്ട്, ടൈഗറുണ്ട്, ലയണുണ്ട്, ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടൈഗറിനെ ഫീഡ് ചെയ്യാം, ഫോട്ടോ എടുക്കാം. ഞങ്ങൾ ടൈഗറിനോട് ഫോട്ടോ എടുക്കുക എന്നുള്ളത് മാത്രമേ ചൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ പാക്കേജസ്. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി. നമ്മളൊരു ബഗ്ഗിയിലാണ് അവർ നമ്മളെ കൊണ്ടുവന്നത്. ഇവിടെ എല്ലാവരും ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലമാണ്. കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ടൈഗറിനോടുള്ള ഫോട്ടോ സെഷൻ കഴിഞ്ഞു. ഞാനത് ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ. കാരണം നമുക്ക് ആകെ 2 ക്യാമറ അതിൻ്റെ തലയോടെ ഉള്ളായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒത്തിരി ഉണ്ട് ടൈഗറിൻ്റെ ആക്ടിവിറ്റീസ്. നിങ്ങൾ നല്ലൊരു ഏജൻറ്റ് ത്രൂ വരികയാണെങ്കിൽ നല്ല ചീപ്പായിട്ട് ടിക്കറ്റ് കിട്ടും കേട്ടോ. ഇതുണ്ടോ കിടക്കുന്നുണ്ടോ ടൈഗറില്ല, കണ്ടോ? ഇതിനൊക്കെ നമുക്ക് മേളിൽ ഇരുന്ന് ഫീഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ എല്ലാം കണ്ടു. ഇതേ നോക്കി, ടൈഗർ കിടക്കുന്നു. ഇത് ലയൺ കിടക്കുന്ന, ടൈഗർ അപ്പുറത്തുണ്ട്. എലിഫൻറ്റിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, മങ്കിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, റാക്കൂണിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, സ്നേക്കിൻ്റെ കൂടെ എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഗ്ലിംസ് ആയിട്ടൊന്ന് കാണിക്കാം കേട്ടോ. എല്ലാം നമുക്ക് എടുക്കാൻ പറ്റിയതെല്ലാം ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്കകത്ത് കാണിക്കാം. ഭയങ്കര രസം. നിങ്ങളിവിടെ വരുവാണെങ്കിൽ, തായ്ലൻഡ് വരുവാണെങ്കിൽ, പട്ടായ വരുവാണെങ്കിൽ, പട്ടായയിൽ നിന്ന് തായ്ലൻഡ് പോകുന്ന, ബാങ്കോക്ക് പോകുന്ന റൂട്ടിൽ ഇടയ്ക്കാണ് ഈ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് ഇത് മിസ് ചെയ്യല്ല. പല ഏജൻസികളും ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈവൻ ഞങ്ങളുടെ പാക്കേജിൽ പോലും ഇതില്ല. നിങ്ങൾ വരുവാണെങ്കിൽ അവരോട് പ്രത്യേകം പറയണം. ഇന്ന് ഞങ്ങൾക്ക് 2 ടെമ്പിളായിരുന്നു ഉള്ളത് കാണാൻ. ഞങ്ങൾ അതിനകത്ത് ഒരു ടെമ്പിൾ കട്ട് ചെയ്തിട്ട് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ ഏജൻസിയുടെ പാക്കേജിൽ ടൈഗർ സൂ ഇല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര രസമാണ്. ഇത് ഇവിടെ ഏറ്റവും ചീപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. ഇത് മിസ് ചെയ്യരുത് ഈ സംഭവം. അതുകൊണ്ടാണ് ഞാനിതെല്ലാം ഞങ്ങൾ ഫുൾ കണ്ടു. ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ടൈഗറിനെ ഫിഷ് ഫീഡിങ് ചെയ്യാം, ടൈഗറിനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ. വന്ന് എക്സ്പ്ലോർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ബാങ്കോക്കിലെ നമ്മുടെ 3rd ഡേയുടെ രണ്ടാമത്തെ സ്പോട്ടാണ് ബെഞ്ച ടെമ്പിൾ. ഇതൊരു ടെമ്പിളാണ്. ഭയങ്കര രസമാണ്. അന്ന് കാണുമ്പോൾ അറിയാം, ഭയങ്കര രസമാണ്. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഇട്ടൊരു കുടയായത്. ഇപ്പോൾ വെയിലില്ല എങ്കിലും നിങ്ങളെല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തൊരു കുട കേട്ടോ. അപ്പം ഇതിനെപ്പറ്റി നമുക്ക് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പറയാം. ഭയങ്കര രസമാണ് കാണാൻ. എവിടെ നിന്നാലും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം.
നിങ്ങൾ വരുന്ന ഏജൻറ്റ് നിങ്ങളെ കൊണ്ടുപോകുന്ന സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ പേരാണ് മാർബിൾ ടെമ്പിൾ. ഈ ടെമ്പിൾ പേര് പോലെ തന്നെ ഇറ്റാലിയൻ കരാര മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് റെയറാണ് തായ്ലൻഡിൽ. അപ്പം ഇതിന് വേറെ കുറേ റോയൽ കണക്ഷൻസ് ഉണ്ട്. ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബോറടിച്ചു പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 52 ഇത്ര അറിഞ്ഞാൽ മതി, 52 ബുദ്ധയുടെ ഇമേജ്. ഇതൊരു ബുദ്ധ ടെമ്പിളാണ്. 52ഓളം ബുദ്ധ ഇമേജ് പല സ്റ്റാച്യൂസ് ലോകത്ത് നിന്ന് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാലും ഫോട്ടോസ് എടുക്കാം, അത്രയേ ഉള്ളൂ. വരിക, എൻജോയ് ചെയ്യുക, ഫോട്ടോ എടുക്കുക. കുറേ ഹിസ്റ്ററിയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതേ ഫ്രണ്ടിൽ ഹിസ്റ്ററി പഠിക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട്. ഒത്തിരി കാണാനുണ്ട്. ഇവിടെ എല്ലാം ഇതുപോലത്തെ ഒരു ബ്രിഡ്ജസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വരികയാണ് ഫോട്ടോസ് ഇതിൻ്റെ അകത്ത് കയറി എടുക്കാം.